അവർ ബലാത്സംഗത്തിന് ഇരയായി എന്നതിന് തെളിവെവിടെ? അവരുടെ സഹോദരനെയും അമ്മാവനെയും ആരൊക്കെയോ കൊലപ്പെടുത്തി എന്നല്ലേ പറഞ്ഞത്? എന്നാൽ അവരെ രക്ഷിച്ചത് ഞങ്ങൾ മെയ്തേയ്കളാണെന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? അവരെ രക്ഷിച്ചതിന്റെയും അവർക്ക് വസ്ത്രം നൽകിയതിന്റെയും വീട്ടിലേക്ക് തിരിച്ച് അയച്ചതിന്റെയും ഒക്കെ ക്രെഡിറ്റ് നമ്മൾ എടുക്കണമായിരുന്നു എന്നാണ് ഒരു മെയ്തേയ് വംശജൻ കൂടിയായ ബീരൻ സിംഗിന്റെ ശബ്ദത്തിലുള്ളയാൾ പറയുന്നത്. നോക്കൂ, ചിത്രങ്ങൾ വെറും ചിത്രങ്ങൾ മാത്രമാണ്. അതിൽ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിരിക്കുന്നത് കാണാം. പക്ഷേ അത് യാഥാർത്ഥ്യമാകണമെന്നില്ല. അവരെ രക്ഷിച്ചതിന് മെയ്തേയ് യുവാക്കൾക്ക് പ്രതിഫലം നൽകുകയാണ് വേണ്ടത് എന്നും ഓഡിയോയിൽ പറയുന്നുണ്ട്. മണിപ്പൂർ കലാപത്തിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ, അതിൽ ബീരൻ സിംഗ് സ്വീകരിച്ച നിലപാടുകളിലൂടെ കണ്ണോടിച്ചാൽ ശബ്ദ സന്ദേശത്തിനുടമ മറ്റാരുമല്ല എന്ന ഊഹത്തിലെത്താൻ കഴിയും. പക്ഷേ ഊഹം മാത്രം പോരല്ലോ. ബീരൻ സിംഗ് ശബ്ദം തന്റേതല്ലെന്ന് ഇതുവരെ നിഷേധിച്ചിട്ടില്ലെന്നത് സത്യമാണെങ്കിലും അത് വിശ്വസിക്കാൻ ശാസ്ത്രീയമായ തെളിവ് വേണം. ദി വയറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ